പ്രിയപ്പെട്ടവരെ, ഇവിടെ ആരംഭിക്കുകയാണ് വിശ്വലോകത്തിന്റെ ട്രേസ് ബാക്ക് പ്രോഗ്രാമിലേക്ക്. നിലപാടുകൾ പറഞ്ഞും അനീതികൾക്കെതിരെ ശബ്ദിച്ചും ഇനിയെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അനുഗ്രഹം എന്നോണം ആദ്യം പാണക്കാട്ടെ പാരമ്പര്യത്തെ കുറിച്ച് തുടങ്ങാം. കേരളത്തിലെ മതസൗഹാർദ്ദത്തിനും ലാളിത്യത്തിനും സ്നേഹത്തിനും കേളിക്കേട്ട മുസ്ലിങ്ങളുടെ ആത്മീയ തറവാട്. ഒരുപക്ഷെ 1992 ബാബരി ധ്വംസന സമയത്ത് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത നിലപാടുകളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്. അന്ന് കേരള ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞത് 1000 മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടാലും ഒരു അമ്പലങ്ങൾ പോലും തകർക്കപ്പെടരുത്. മതസൗഹാർദ്ദവും സാഹോദര്യവും എന്നും കാത്തു സൂക്ഷിച്ച ഒരു തറവാടായിരുന്നു പാണക്കാട് കൊടപ്പനക്കൽ വലിയ തറവാട്. ചരിത്രം പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ ഒരുപാട് പേരുകൾ ആ വംശാവലിയിൽ ഉണ്ടാവാം. യമനിലെ ഹളറമൗത്തിലെ തെരീമിൽ 1487 ജനിച്ച സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ തങ്ങളാണ് ഈ വംശാവലിയുടെ നാഥനായി അറിയപ്പെടുന്നത്. എങ്കിലും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 33ാമത്തെ പേരക്കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരക്കുട്ടി സയ്യിദ് മഹ്ലാർ തങ്ങളായിരുന്നു ആദ്യമായി പാണക്കാട് എത്തുന്നത്. പക്ഷേ അദ്ദേഹം ആ പേരിൽ അറിയപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകൻ കേരള ചരിത്രത്തിലെ ബ്രിട്ടീഷുകാരുടെ എന്നും പേടി സ്വപ്നമായിരുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളായിരുന്നു. ആറ്റക്കോയ തങ്ങളും ഫസൽ പൂക്കോയ തങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി ശബ്ദിച്ചതിനാൽ അവർ രണ്ടുപേരെയും നാടുകടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1884 സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ വില്ലൂരിലേക്ക് നാടുകടത്തിയത്. അദ്ദേഹം കേരളത്തിൽ പല സ്ഥലങ്ങളിലും അധ്യാപനവും ദർസുകളും നടത്തിയിരുന്നു. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ പേരക്കുട്ടിയായിരുന്നു പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ തങ്ങൾ എന്ന PMS പൂക്കോയ തങ്ങൾ. പാണക്കാട്ടെ തന്റെ പിൻതലമുറക്കാർക്കൊക്കെ അലി എന്ന് നാമകരണം ചെയ്തത് തന്റെ സഹോദരനോടുള്ള സ്നേഹമായിരുന്നു. അലി പൂക്കോയ തങ്ങളോടൊപ്പമായിരുന്നു PMS പൂക്കോയ തങ്ങളുടെ ജീവിതവും. അദ്ദേഹമായിരുന്നു തന്റെ സഹോദരനായിരുന്നു പാണക്കാട്ടെ മുഴുവൻ തറവാടും അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി കൊടുത്തത്. PMS പൂക്കോയ തങ്ങളുടെ കാലത്തിന് ശേഷം അതിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് മക്കളിൽ മൂത്തവനായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ആത്മീയ രാഷ്ട്രീയ ചുവടുവെപ്പായിരുന്നു PMS പൂക്കോയ തങ്ങളുടേത്. പിന്നാലെ തന്റെ കൂടെയായി സയ്യിദ് ബാഫഖി തങ്ങളും CH അഹമ്മദ് കോയ സാഹിബും ഒക്കെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തിനും ആർജവം കാട്ടി എന്നുള്ളത് ചരിത്രത്തിലെ എക്കാലത്തെയും വസ്തുതയാണ്. പാണക്കാട്ട് അന്നത്തെ കാരണവരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കേരളം ശ്രദ്ധിച്ചത് 1992 ബാബരി മസ്ജിദ് ധ്വംസന സമയത്തായിരുന്നു. ആത്മസംയമനവും ക്ഷമയും സഹനവും ഒക്കെ ജീവിതത്തിൽ കൂടെ കൊണ്ടുവരുന്ന വലിയ മനുഷ്യനായിരുന്നു. ലീഗും സമസ്തയും എന്ന ബന്ധം മുറുകെ പിടിച്ച് മുസ്ലിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ശബ്ദിച്ചു. അദ്ദേഹത്തിന്റെ പഠനം ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പഠനകാലത്ത് ജീവിതകാലത്ത് തന്നെ പ്രിയ പത്നിയുടെയും പ്രിയ സഹോദരൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും വിയോഗം അദ്ദേഹത്തിന് വല്ലാതെ തളർത്തി. പ്രിയ സഹോദരനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ കർക്കശ നിലപാടുകളുടെ തൊഴിലായിരുന്നു. അദ്ദേഹത്തിന് ശേഷം പാണക്കാട്ടെ കാരണവർ സ്ഥാനം ഏറ്റെടുക്കുന്നത് സൗമ്യശീലനായിരുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. ലീഗിനെയും സമസ്തയെയും ആ ബന്ധം മുറുകെ കൂട്ടിയത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നിലപാടുകളായിരുന്നു. ഒരു സമയം കേരളത്തിലെ ലീഗിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതോടൊപ്പം അതേസമയം സമസ്തയുടെ മുഷാവറയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്നു എന്നായിരുന്നു സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ വേർതിരിവാക്കിയത്. നിലവിൽ പാണക്കാട്ടെ മുമ്മുറ്റുത്തിരിക്കുന്ന വലിയ കാരണവർ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു അത്ഭുതം കൂടിയാണ്. ഇത്രയും കാലത്തിനുള്ളിൽ തന്നെ ഒരുപാട് വിമർശനങ്ങളും പ്രതിസന്ധികളും നേരിട്ടില്ലെങ്കിൽ തന്റെ നിലപാടുകളിലോ തന്റെ തീരുമാനങ്ങളിലോ ഒരു നിലക്കും പിന്നോട്ട് ചലിച്ചിട്ടില്ല. മതസൗഹാർദ്ദമാണ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുഖമുദ്ര. പാണക്കാട് തറവാട് അത് കുറുക്കന്റെ ഓരിയിടലിലോ മനുഷ്യ പിശാചുകളുടെ പേടിപ്പിക്കലിലോ ഇളകിയാടുന്നതല്ല. പാരമ്പര്യത്തിലൂന്നി ജനങ്ങൾക്ക് ദിശാബോധം നൽകാൻ അവർ എന്നും മുന്നിലുണ്ടാവും. അതിനിടയിൽ വരുന്ന ജൽപ്പനങ്ങൾക്കും ചീത്തവിളികൾക്കും വിമർശനങ്ങൾക്കും കേൾക്കാൻ അവർക്ക് സമയമില്ല. കാരണം ദീനിനും സമുദായത്തിനും സേവനം ചെയ്യാനുള്ള സമയത്തിലാണവർ. സമുദായത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അവസാന ശ്വാസം വരെ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പാണക്കാട്ടെ പിൻതലമുറക്കാർക്കും ഈ സ്വഭാവ ഗുണമുണ്ടെന്നതാണ് ഏറെ ആശ്വാസകരം. നമുക്കും അവരുടെ പിന്നിൽ അണിനിരക്കാം, സമുദായത്തിന്റെ നന്മ പ്രത്യാശിച്ചുകൊണ്ട് മാത്രം.